ഉരുൾപൊട്ടലിന്റെ ആഘാതം വിട്ടുമാറാതെ കോഴിക്കോട് വിലങ്ങാട്ടെ ദുരിതബാധിതർ. വിദഗ്ധ സമിതിയുടെ പരിശോധനാ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്താകണം പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം. ഇത് മഞ്ഞച്ചിളി സ്വദേശി സോണി. ഒരായുസിന്റെ സമ്പാദ്യമായ വീടൊന്നാകെ ഉരുളെടുത്തു. വീട് നിന്ന ഭാഗം കണ്ടു നിൽക്കാൻ പോലും കഴിയുന്നില്ല. ഒന്നും പറയാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ തന്നെ. ആകെ എല്ലാം പോയില്ലേ. ഇനിയിപ്പോൾ ഒന്നേം തുടങ്ങണമല്ലോ. നമ്മൾ 10 വർഷത്തെ സ്വന്തമായിട്ട് ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ വീട് 10 വർഷമായി. അതുകൊണ്ട് എന്തെന്നുള്ളൊരു ചോദ്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിന് മുമ്പിലാണ് ഒരു 10 ലക്ഷം രൂപയോളം ബാങ്ക് ബാധ്യത നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മൾ നമ്മുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് എടുത്ത ലോൺ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ആ മലമുകളിൽ നിന്നാണ് ഉരുൾപൊട്ടി താഴേക്കെത്തിയത്. 14 വീടുകളാണ് നാമാവശേഷമായി ഒലിച്ചുപോയത്. സ്ഥലം താമസയോഗ്യമാണോ എന്നാണ് വിദഗ്ധ സംഘം പരിശോധിക്കുന്നത്. ഈ മാസം 20-നകം ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. അതിനിടെ ബദൽ സംവിധാനമൊരുക്കാതെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പിരിച്ചുവിട്ടെന്ന് ചിലർ ആരോപണമുന്നയിച്ചു. ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നല്ലാണ് എന്താക്കുന്നത് ആ ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നിട്ട് പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. ആ സ്ഥിതിക്ക് നമുക്ക് വലിയ സംവിധാനം കാണിച്ചു തരണ്ടേ. നമ്മളിപ്പോൾ അവിടെ നമ്മള് വെള്ളിയോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെയായിരുന്നു നമ്മളിപ്പോൾ ഇത്രയും ദിവസം ക്യാമ്പായത്. ഞായറാഴ്ച ആയിരുന്നു ക്യാമ്പ് പിരിച്ചു വിട്ട്. പിറ്റേ ദിവസം ഒരു ദിവസം കൂടി നിന്നോന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തില്ല, നമുക്ക് വലിയ സംവിധാനം കാണിച്ചു തന്നിട്ടില്ല. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമെന്നായിരുന്നു ഇതിനുള്ള അധികൃതരുടെ മറുപടി. കൂടുതൽ പരാതിയായി മുന്നോട്ട് വന്ന സാബു നന്ദിക്കാട് എന്ന് പറയുന്ന ആൾക്ക് 2 ദിവസം മുമ്പ് നമ്മൾ വീട് അലോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ വീട് ക്ലീൻ ചെയ്ത് പോകാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ ക്യാമ്പിൽ നിൽക്കുന്നത്. പിന്നെ വേറെ ഒരു പരാതി പറഞ്ഞ ആൾ പപ്പനാണ്. അയാൾ KSRTC ബസ് കണ്ടക്ടറാണ്. അദ്ദേഹത്തിന് നമ്മൾ 12 ദിവസത്തെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവരൊക്കെയാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. ഏത് അടിസ്ഥാനത്തിലാണ് പരാതി പറഞ്ഞത് ഞങ്ങൾക്ക് അറിയില്ല. 112 വീടുകളാണ് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വാസയോഗ്യമല്ലാതായത്. പ്രജ്വൽ സുരേഷിനൊപ്പം വിലങ്ങാട് നിന്ന് മിഥില ബാലൻ, 24.